ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൽ നിന്നും സാക്ഷ്യം ലഭിക്കുക എന്ന് പറയുന്നത് എത്രയോ ഭാഗ്യകരമായൊരു പദവിയാണ്. അങ്ങനെ സാക്ഷ്യം ലഭിച്ച അധികം ആരെക്കുറിച്ചും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അത് ഇയ്യോബാണ്. ജീവിതത്തിന്റെ ഒത്തിരി അനർത്ഥങ്ങളും അപകടങ്ങളും ശൂന്യതകളും നിന്ദകളും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വന്നപ്പോൾ ദൈവത്തെ തള്ളിപ്പറയാത്ത, ത്യജിച്ചു കളയാത്ത ഒരു മാന്യമായ വ്യക്തി. ദൈവം തന്നെ സാക്ഷ്യം പറയുന്നതാണ്, നേരുള്ളവനും നിഷ്കളങ്കനുമായ എൻ്റെ ദാസനെ പോലെ വേറൊരു വ്യക്തിയുമില്ല എന്നുള്ളത്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സാക്ഷ്യമായി ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ്. അനുവദിച്ചു കൊടുത്ത അവസ്ഥയിൽ നിന്നും ശത്രു വേല പൊളിച്ചു കളഞ്ഞ് അവന്റെ ജീവിതത്തെ അനർത്ഥം ഭവിക്കത്തക്ക രീതിയിലേക്ക് ചില കാര്യങ്ങൾ ഒരുക്കി വെക്കുമ്പോൾ ചില പൊളിയപ്പെടുന്ന വേലികൾ അത് നമുക്ക് വേദനയ്ക്കല്ല, പുറത്തുനിന്ന് ചില നന്മകളും അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് പകരപ്പെടേണ്ടതിനാണെന്ന് തിരിച്ചറിവ് നമുക്ക് ലഭിക്കട്ടെ. ശെബയരുടെയും കൽദയരുടെയും വാളിന്റെ വായ്ത്തലയാൽ തകർക്കപ്പെട്ട മൃഗസമ്പത്തുകൾ, ആകാശത്തു നിന്നും ഇറങ്ങിയ തീയിൽ വെന്തെരിഞ്ഞുപോയ ദാസീദാസന്മാർ, മരുഭൂമിയിൽ നിന്നും വന്ന കൊടുങ്കാറ്റിനാൽ തകർക്കപ്പെട്ടു പോയ തലമുറകൾ, അടിക്കടി പ്രശ്നങ്ങളും വേദനകളും തകർച്ചകളും ജീവിതത്തിൽ വരുമ്പോഴും ഞാൻ നഗ്നനായി വന്നു, നഗ്നനായി പോകും, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് സ്തുതി ഉയരുമ്പോൾ, പ്രതിസന്ധിയിലും പ്രശ്നത്തിലും തകർച്ചയിലും ദൈവത്തെ സ്തുതിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഒരു ഭക്തന്റെ ജീവിതം എന്ന് പറയുന്നത്. ഉരുകി തളർന്ന് തകർന്നു കിടക്കുന്ന ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടത് എല്ലാം കൂടാതെ തന്നെ അവന്റെ ഭാര്യ പോലും അവനോട് എതിരായി നിൽക്കുമ്പോൾ, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ അവനെ നിന്ദിക്കുമ്പോൾ, ആശ്വസിപ്പിക്കാൻ വേണ്ടി അടുത്തെത്തുന്ന സ്നേഹിതർ ആശ്വാസ വാക്കുകൾക്ക് പകരം കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളുമായി അവനെ മാറ്റി നിർത്തുമ്പോൾ, ഒന്നിലും പതറാതെ അവന്റെ ഭക്തിയിലും വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുന്ന ഒരു ഇയ്യോബിനെ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു സാഹചര്യം അനുവദിച്ചതെന്ന് ചോദിച്ചാൽ, ദൈവത്തോട് ഇയ്യോബിനുള്ള വിശ്വാസത്തെക്കാൾ ദൈവത്തിന് ഇയ്യോബിന്റെ മേലൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ചില അനർത്ഥങ്ങൾ, ചില വേദനകൾ, ചില തളർച്ചകൾ, തകർച്ചകൾ വരുമ്പോൾ എനിക്ക് ദൈവത്തോടുള്ള വിശ്വാസത്തെക്കാൾ, സ്നേഹത്തെക്കാൾ അവന് എൻ്റെ മേൽ വിശ്വാസമുള്ളത് കൊണ്ട് ഇങ്ങനെ ചില അനുഭവങ്ങൾ ഒരുക്കപ്പെടുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നിരന്തര ചോദ്യങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ഒടുവിൽ ഒരു ചുഴലിക്കാറ്റിൽ നിന്ന് ദൈവം അവനോട് സംസാരിക്കുന്നുണ്ട്. ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത അഗോചരമായ ചോദ്യങ്ങളുടെ ആഴത്തിലേക്ക് ദൈവം ഇറക്കി ഇയ്യോബിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ താൻ ഒന്നുമല്ലെന്ന് ഇയ്യോബ് അവിടെ സമർപ്പിക്കുന്നുണ്ട്. എന്നാൽ ദൈവം അവനോട് പറയുന്ന ഒരു മറുപടി ഇങ്ങനെ: നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക. തകർന്നിരിക്കുന്ന, തളർന്നു കിടക്കുന്ന എന്നെ കേൾക്കുന്ന ജീവിതങ്ങളോട് ഞാൻ പറയട്ടെ, ഇതേ ശബ്ദം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം സംസാരിക്കുന്നു. നിങ്ങൾ തളർന്നു കിടക്കാനല്ല, നിങ്ങൾ തകർന്നു കിടക്കാനല്ല, നിങ്ങളുടെ വേലി പൊളിയപ്പെട്ടത് നിങ്ങളുടെ അരമുറുക്കാനുള്ള ഒരു സമയമാകുന്നത് കൊണ്ടാണ്. മുൻകാലത്ത് പിൻകാലത്തേക്കാൾ കൂടുതൽ അനുഗ്രഹ സമ്പൂർണമാക്കി തീർക്കുന്ന ആ ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കാനും നമുക്ക് കഴിയട്ടെ. തകർക്കപ്പെടുമ്പോഴും ഉയരുന്ന സ്തുതിയിൽ നിന്ന്, കഷ്ടത അനുഭവിക്കുമ്പോഴും ഉയരുന്ന പ്രത്യാശയിൽ നിന്ന് പുതുവഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരട്ടെ. ഇനി ഒരിക്കലും എഴുന്നേൽക്കുകയില്ലെന്ന് പറഞ്ഞ് ശത്രു കിടത്തിക്കളയുമ്പോൾ അതിന് പുറകിൽ വ്യാപരിക്കുന്ന ദൈവിക ശബ്ദം തിരിച്ചറിഞ്ഞ് എഴുന്നേൽക്കാൻ നമുക്ക് കഴിയട്ടെ.